പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് കൂട്ടായ്മയോടെ ആയിരിക്കണമെന്നും കർത്താവിന്റെ രാജ്യം സൃഷ്ടിക്കാൻ ഒറ്റയ്ക്ക് പോകുന്നതല്ല കത്തോലിക്ക സഭയുടെ ശൈലിയെന്നും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. സുവിശേഷവൽക്കരണത്തിനും പ്രവാസികളുടെ അജപാലന ശുശ്രൂഷയ്ക്കുമായുള്ള കമ്മീഷൻ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വിളിച്ചു ചേർത്ത സീറോ മലബാർ സഭയിലെ ആത്മായ പ്രേക്ഷിതർ നടത്തുന്ന പ്രേക്ഷിത മുന്നേറ്റ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 12 ശിഷ്യന്മാരെ മാത്രമല്ല വേറെ 72 പേരെയും സുവിശേഷം പ്രഘോഷിക്കാൻ അയച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ സുവിശേഷ ശൈലി ഏവരും പിന്തുടരണമെന്നും കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത ശൈലി ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും കാരുണ്യത്തിൻ്റെയും പ്രകാശനമാണെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ബോധിപ്പിച്ചു. സീറോ മലബാർ സഭയിലെ ആത്മായ പ്രേക്ഷിതർ നടത്തുന്ന പ്രേക്ഷിത മുന്നേറ്റങ്ങളെ സഭ ഏറെ വിലമതിക്കുന്നുവെന്നും അവർ നൽകുന്ന സംഭാവനകളിൽ സഭ വളരെ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ ചെയർമാൻ മാർ റാഫേൽ തട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആത്മായ പ്രേക്ഷിത മുന്നേറ്റങ്ങൾ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് എന്നും ശക്തി നൽകുന്നതാണെന്നും ഇങ്ങനെയുള്ള പ്രത്യേക പ്രചോദനങ്ങൾ സഭയുടെ കൂട്ടായ്മയിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ മുട്ടന്തോട്ടിൽ, MCBS ഓഫീസ് സെക്രട്ടറി സിസ്റ്റർ ജിഷ ജോബ്, MSMI എന്നിവരും വിവിധ പ്രേക്ഷിത മുന്നേറ്റങ്ങളുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ സംസാരിച്ചു. സഭയുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലദായകമാവുകയെന്നും സമ്മേളനത്തിൽ പങ്കെടുത്തവർ വിലയിരുത്തി. ഷെക്കീന ന്യൂസ്, കൊച്ചി.